ഹായ് നമസ്കാരം. നമ്മളുടെ നാട്, നമ്മളുടെ വീട് ഒക്കെയെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നൊരു സ്ഥലമാണ് അല്ലേ, ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ ചുറ്റുപാടാണെങ്കിൽ കുറേയധികം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാവും. ഓരോ വീട്ടിലെ അറ്റ്ലീസ്റ്റ് കുറച്ച് ചെടികളും മരങ്ങളും ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അതുപോലെ നമ്മളുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ചെടീനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ആ ചെടി ഏതാണെന്ന് കണ്ടാലോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്ലാന്റ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ ഇത് ഏതാ ചെടിയെന്ന്? ചിലവർക്കൊക്കെ മനസ്സിലായി കാണും. ഇതിന് മുറി കൂട്ടി അല്ലെങ്കിൽ മുറിപ്പച്ച എന്നൊക്കെ പറയും. ഇവിടെ മുറി കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ഇതിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ഇലേൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും നമ്മളുടെ അടുക്കളയിൽ അതായത് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ കത്തിയോട് മുറിവ് വന്നു, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എവിടെയെങ്കിലും വീണിട്ട് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലീഡിങ്, അതായത് രക്തം വരുന്നത് നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ നീര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് തന്നെ അത് ഹീലാവാൻ, അതായത് മുറിവ് ഉണങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണിത്. മാത്രമല്ല, പ്രത്യേകിച്ച് കുട്ടികളിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നീര് വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം, അതായത് ഈ ഒരു ചെടീൻ്റെ നീര് അവിടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നീര് പെട്ടെന്ന് തന്നെ വെളിഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണപ്രദമാണ്. കാരണം അവർക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ ഉണങ്ങാൻ ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ചെടിയുടെ നീരെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറച്ച് 2-3 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി വാഷ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ മുറിവിൽ വെച്ച് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് വാഷ് ചെയ്ത് നല്ലോണം ഒന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒരു വയലറ്റ് കളർ നീരാണ് വരിക. അത് കുറച്ചധികം കിട്ടും നമുക്ക്. അപ്പോൾ ആവശ്യമുള്ളത് നമ്മളുടെ ആ ഒരു മുറിവ് എവിടെയാണുള്ളത് അവിടെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്ലീഡിങ് നിൽക്കുകയും ചെയ്യും, മുറിവ് ഉണങ്ങുകയും ചെയ്യും. കാരണം എനിക്ക് അധികവും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ കുറേ അധികം മുറിവ് പറ്റാറുണ്ട്. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ പോയിട്ട് എനിക്ക് വെച്ച് തരുന്ന ഒരു നീരാണിത്. പെട്ടെന്ന് മുറിവ് അടുക്കുകയും വേദന കുറയുകയും ചെയ്യും. മാത്രമല്ല, ഈ ചെടി കുറേ അധികം സ്ഥലമൊന്നും വേണ്ട, പെട്ടെന്ന് വളർന്നു കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ അനുഭവമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യും.